ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പേര് ഞങ്ങളുടെ വീഡിയോയിൽ കമൻറ്റ് ചെയ്തിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീഡിയോയിലുള്ള എൻ്റെ ഹെയർ സ്റ്റൈല്, ആ ഹെയർ സ്റ്റൈൽ അങ്ങനെ ഹെയർ കെട്ടി വെക്കുന്നത് എങ്ങനെയാണ്, കൊണ്ട കെട്ടണമെന്ന്. അതെ, തമിഴില് അവര് കുറച്ച് പേര് ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഈ കൊണ്ട കെട്ടി വെക്കുന്നത് എന്നായിരുന്നു. അപ്പോൾ ആ ഹെയർ സ്റ്റൈൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോണത്. കുറേ പേര് ഈ പറഞ്ഞ മാതിരി കമന്റിൽ എന്നും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എന്നും കൂടുതലും കമന്റ്സ് വരുന്നത് ഈ ഹെയർ സ്റ്റൈൽ ഒന്ന് ചെയ്യോ, ഹെയർ സ്റ്റൈൽ വീഡിയോ ചെയ്യോ എന്നായിരുന്നു. ലാസ്റ്റ് ഈ അടുത്ത് എന്താ കേട്ടാ കമന്റില് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ഹെയർ സ്റ്റൈൽ വീഡിയോ ചെയ്തില്ലെങ്കിൽ ഇനി നിങ്ങളുടെ വീഡിയോ കാണില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതെ അതെ അതെ. അപ്പൊ ഇന്നിപ്പോ എന്തായാലും ഈ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. കുറച്ച് വൈകിപ്പോയി ചെയ്യാൻ വേണ്ടി. ഞങ്ങൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുത്ത് വരുമ്പോഴത്തേനും സമയമില്ല. ഇപ്പൊ പിന്നെ ഭയങ്കര ചൂടും അല്ലേ, ഭയങ്കര ക്ഷീണാവുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ചൂട് നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ്, ചൂട് ഉണ്ടോ അവിടെ? അല്ല, ഭയങ്കര ചൂടാണ്. അയ്യോ, തീരെ പറ്റണില്ല. അപ്പൊ ശരിക്കും പറഞ്ഞൊരു ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേനും ആകെ തളർന്ന മാതിരിയാ വീണല്ലോ ചേട്ടാ. അപ്പോ ഞങ്ങൾക്ക് വീഡിയോ ഒക്കെ എടുത്ത്, പിന്നെ അത് മാത്രമല്ല, കുറച്ച് ഞങ്ങളിപ്പോ ഈ ഒരു മാസം ഭയങ്കര ബിസിയാണ്. ബിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് രാവിലെ യോഗയുണ്ട്, വൈകുന്നേരത്ത് സ്വിമ്മിങ് ഉണ്ട്, പിന്നെ ഞാനിപ്പോ ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകുന്നുണ്ട്. എനിക്കൊന്നും അറിയില്ല, അതായത് സൈക്കിൾ ബാലൻസോ ഒന്നുമില്ല. എനിക്ക് എൻ്റെ മനസ്സിൽ ചിന്തിച്ചിട്ട് പോലും ഇല്ല ഡ്രൈവിങ്ങിനെ കുറിച്ച്. പക്ഷെ എന്തായാലും ഞാനിക്കൊന്ന് ഡ്രൈവിംഗ് അപ്പൊ അത് എടുക്കാന്ന് വിചാരിച്ചിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഈ ഒരു മാസം ഡ്രൈവിങ്ങിന്റെ ക്ലാസ്സും കൂടി ഉണ്ട്. അപ്പൊ ഇതൊക്കെ ആയിട്ട് ഭയങ്കര ബിസിയാണ്. അതിന്റെ ഇടയിലാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പൊ അത് കാരണം കൊണ്ട് ഈ വീഡിയോ കുറച്ച് ലേറ്റ് ആയതിന് സോറി. അപ്പോൾ വീഡിയോയിലേക്ക് കടന്നാലോ? ഈ ഒരു ബണ്ണ് കൊണ്ടാണ് ഞാൻ മുടി കെട്ടി വെക്കുന്നത് കേട്ടോ. അപ്പൊ ഇനി ഈ ചീപ്പ് വെച്ചിട്ട് ഒന്ന് കെട്ടൊക്കെ കളയുക മുടി. എന്നിട്ട് ഈ മുടിനെ ഞാനിങ്ങനെ കമഴ്ത്തിയിടും. മുടിനെ അതായത് ഞാൻ ഇങ്ങനെ തല കുനിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ മുടിയൊക്കെ ഇങ്ങനെ വീഴും. എന്നിട്ട് ഞാൻ വീണ്ടും നന്നായിട്ടൊന്ന് ചീകും, കെട്ട് കളഞ്ഞ്. എന്നിട്ട് ഈ ചീപ്പ് വെച്ചിട്ട് ഒന്ന് ചീകൂട്ടോ. എന്നിട്ട് എല്ലാം കൂടെ കൂട്ടി പിടിക്കും. ഞാൻ ഇടത് കയ്യിൽ ബണ്ണ് എടുത്തിട്ടുണ്ട് കേട്ടോ. ചീകിയിട്ട് ഈ ബണ്ണിട്ട് ഈ പോണിട്ടയിൽ കെട്ടുന്ന പോലെ ഇങ്ങനെ കെട്ടും. എന്നിട്ട് ഈ ലാസ്റ്റത്തെ ആ ഇതിലേക്ക് മുടി ഇട്ടിട്ട് പകുതി മുടി ഇതിങ്ങനെ മടക്കി വെക്കും, കുറച്ചതിങ്ങനെ വെക്കും കേട്ടോ, അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെയാണ് കെട്ടുന്നത്. അതെ, ഒന്നുകൂടിയും ഇപ്പൊ കണ്ണാടി ഉള്ളിലല്ലോ കേട്ടോ. ഒന്ന് ഇതിങ്ങനെ ആക്കിയിട്ട് അങ്ങോട്ട് വെക്കും. അപ്പൊ നല്ല ഇതായിട്ട് നിൽക്കും. അതെ അതെ. അപ്പോ ഇതാണ് ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഹെയർ സ്റ്റൈല്. ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ കണ്ടുപിടിച്ചത് ഉണ്ണേട്ടൻ തന്നെയാണ് കേട്ടോ. ഓരോ അതായത് നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ഫണ്ണി കോമഡി ലുക്ക്, ഫണ്ണി ഫേസ് വരാൻ വേണ്ടിയിട്ട് ഉണ്ണേട്ടൻ പറഞ്ഞാണ് ഇങ്ങനെ കെട്ടി. അപ്പൊ ഞാൻ തന്നെ ഒരു 2-3 മോഡല് കെട്ടിയിട്ട് കാണിച്ചു കൊടുത്തു. അപ്പൊ ഉണ്ണേട്ടൻ പറഞ്ഞു ഇങ്ങനെ കെട്ടിയാൽ മതി, ഇതാണ് ഒന്നുകൂടി നല്ലത്. അങ്ങനെയാണ് ഈ ഹെയർ സ്റ്റൈല് വന്നത്.
അപ്പോൾ ഞാനിപ്പോൾ അതായത് ഇങ്ങനെ ഹെയർ സ്റ്റൈലിൻ്റെ വീഡിയോ കാണിച്ചത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം എന്തായാലും ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ കൂടി ഇടുന്നതായിരിക്കും. കാരണം കുറേ പേര് ഇപ്പം ഞാൻ മലയാളത്തിൽ പറയുന്ന കാരണം കൊണ്ട് കുറേ പേര് പുറത്ത് അതെ പെട്ടെന്ന് എനിക്ക് പറയാനൊരു കിട്ടിയില്ല, അത് കാരണം കൊണ്ടാണ്. അപ്പൊ മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് അപ്പൊ അവർക്ക് മനസ്സിലാവുമെന്ന് അറിയില്ലല്ലോ. അപ്പൊ ഒരു ഷോർട്ട് വീഡിയോയും കൂടി ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളും കാണുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.